ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 12 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീടാണ്. മലപ്പുറം ജില്ലയിലെ തലക്കടത്തൂർ സുനീഷ് സീന ദമ്പതിമാരുടെ വീടാണിത്. ഈ ഒരു ലാൻഡ് അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് തട്ടായിട്ട് ഉയർന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. വീടിൻ്റെ ഓണറുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ രീതിയിൽ വീട് ചെയ്തിട്ടുള്ളത്. അതിവിടെ ലാൻഡ്സ്കേപ്പിൽ ഓരോ വർക്കിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കയറി വരുന്ന ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ, അതായത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത്. വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു സെമി കണ്ടംപററി ഡിസൈനിലാണ്. ഈ ഒരു താഴ്ന്ന ഭാഗത്താണ് കേട്ടോ പോർച്ച് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് ഉയർന്നിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു പോർച്ചാണ്. അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട്. പോർച്ചിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ജാളിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ബാക്കിലായിട്ട് കിണർ വരുന്നുണ്ട്. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ജാളി ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ ആ ഒരു കിണർ. പോർച്ചിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന സ്പേസ് ആണ് കേട്ടോ അത്. ഇവിടെ വീടിൻ്റെ കുറച്ച് ഭാഗം റൂഫ് ഓടായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് കയറുന്ന ഭാഗം ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലാന്റ് ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് കയറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും വേണം കേട്ടോ. ഇനി ഇതാ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് കിച്ചണും അതുപോലെ ഡൈനിങ്ങിൽ നിന്നുള്ള ഒരു ആപ്സും വരുന്നത്. നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാബ്രിക്സ് എന്ന കമ്പനിയാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ആപ്സിന് ഫ്ലോറിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ കൂടുതലായിട്ടും ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല വെളിച്ചം കയറുന്നുണ്ട് കേട്ടോ. ഇവിടെ നൽകിയിട്ടുള്ളത് UPVCയുടെ സ്ലൈഡിംഗ് ഡോറാണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരാം. സിറ്റ് ഔട്ടിൻ്റെ റൂഫ് ഓടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ചെറിയ 2 സ്റ്റെപ്പുകളാണ് നൽകിയിട്ടുള്ളത്. 2 സൈഡിലും പ്ലാന്റുകൾ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയും നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള സെയിം ടൈല് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റൂഫിൽ ഇവിടെ ഓടിന് താഴെയായിട്ട് സീലിങ്ങിൽ സെറാമിക് ടൈല് വിരിച്ചിട്ടുണ്ട്. കൂടാതെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു സൈഡിലേക്ക് GIയുടെ ഒരു വർക്കും വന്നിട്ടുണ്ട്. പിന്നെ അതാ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ടും പ്ലാന്റുകൾ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിങ്ങിലേക്ക് കിടക്കുന്ന ഭാഗമാണ്, അതായത് വീടിനകത്തേക്ക് കിടക്കുന്ന ഭാഗം. ഇത് സിറ്റ് ഔട്ട് സെപ്പറേറ്റ് ചെയ്തതുപോലെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് കിടക്കുന്ന ഭാഗത്ത് വുഡാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡോറ് വളരെ സിമ്പിളായിട്ട് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആഞ്ഞലി വുഡിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ നിന്ന് നേരെ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് ലിവിങ് ഒന്ന് വിശദമായിട്ട് കാണാം. ഇതിൻ്റെ സൈസ് വരുന്നത് 300x300 ആണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് പാർട്ടീഷനും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കാരണം നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കുന്നുണ്ട്. താഴെ നല്ല ഭംഗിയുള്ളൊരു മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന കോർണർ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോ വരുന്നുണ്ട്. സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഒന്നുകൂടി ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ല. കൂടാതെ ഒരു ഇൻഡോർ പ്ലാന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ കാണാം.
വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഡൈനിങ് റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാളാണ്. ഇതിൽ വാൾപേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു വാൾപേപ്പർ കാണാനായിട്ട്. കൂടാതെ 2 ലൈറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. 8 ചെയറോട് കൂടിയിട്ടുള്ളൊരു ഗ്ലാസ് ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ആ ഒരു ആപ്സ് വരുന്നത്. ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടും ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗാർഡൻ വർക്കുകൾ ബാക്കിയുണ്ട് കേട്ടോ. അതാണ് ഈ ഭാഗത്ത് മുറ്റത്ത് മെറ്റൽ കാണാനുള്ള കാരണം. ഇനി ഈ ഒരു ഹാളിൽ നിന്നാണ് സ്റ്റെയർ വന്നിട്ടുള്ളത്. സ്റ്റെയറിന് താഴെയായിട്ട് ഇവിടെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഹാള് കടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഫോയർ വരുന്നുണ്ട്. ഈ ഒരു ഫോയറിലാണ് വാഷ് ഏരിയ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ വാഷ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം, ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം, നേരെ കാണുന്നത് കിച്ചണുമാണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് ഈ ഒരു വാഷ് ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മുകളിൽ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്, അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഫ്രെയിം കാണാനായിട്ട് കേട്ടോ. ഫ്രെയിമിൽ ആ ലൈറ്റ് അടിക്കുന്നത് കാരണമാണെന്ന് തോന്നുന്നു, ഒന്നുകൂടി ഭംഗി തോന്നിക്കുന്നുണ്ട്. പിന്നെ ബേസിൻ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴെ GI വർക്കാണ്. ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ള മിററും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വരുന്ന ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂം ഡോറിന് മൈക്ക ലാമിനേഷൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂം സൈസ് വരുന്നത് 340x320 ആണ് കേട്ടോ. ഇവിടെ വീടിനകത്തും ഫ്ലോറിൽ ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ലെങ്തി ആയിട്ടുള്ളൊരു വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെയും വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ വാൾപേപ്പറിൻ്റെ ഡിസൈൻ വരുന്നത്. നമുക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 210x180 ആണ് കേട്ടോ. അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഈ ഒരു ഭാഗത്താണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇവിടെ എല്ലാ ഡോറിനും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത് 380x330 ആണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ റൂമിൽ ചെയ്തിട്ടുള്ളതും സ്പോട്ട് ലൈറ്റുകൾ തന്നെയാണ് കേട്ടോ. ഇവിടെ ജിപ്സം വർക്ക് ആ ഒരു ഹാളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് റെഡിമെയ്ഡാണ് കേട്ടോ. സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കോട്ടും വാർഡ്രോബും. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിലേക്ക് വരാം. സിമ്പിളായിട്ടുള്ളൊരു മിററാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ബാത്റൂമും ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിന് ഫൈബർ ഡോറുകളാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 260x180 ആണ് കേട്ടോ. ഇതിനകത്തായിട്ട് ഒരു ഫാൻസി അലക്കുകല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതാ ഇവിടെ സോപ്പും ലിക്വിഡും ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മീഷോയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണ് കാണാം. കിച്ചണിൻ്റെ ഡോറിൽ കുറച്ച് ഭാഗത്ത് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഈ ഒരു കിച്ചണ് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കിച്ചണാണ്. ഈ ഒരു കളർ കോമ്പിനേഷനാണ് കിച്ചണിന് ഭംഗി കൊടുക്കുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 300x330 ആണ് കേട്ടോ. എൽ ഷേപ്പിലാണ് ഇവിടെ കൗണ്ടർ ടോപ്പ് വന്നിട്ടുള്ളത്. താഴെ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. മൾട്ടിവുഡ് വിത്ത് മൈക്കയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഭാഗത്ത് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് ഓവണിനുള്ള സ്പേസ് വന്നിട്ടുള്ളത്. ജി പ്രൊഫൈൽ ഹാൻഡിലാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഡ്രോയറുകൾ കൊടുത്തിട്ടുണ്ട്. ത്രീ ബർണർ ഹോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇലക്ട്രിക് ചിമ്മിണി വരുന്നുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് തന്നെ വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മിക്സിക്ക് വരുന്ന പോയിന്റും ഇവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഫ്രിഡ്ജും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് നേരെ കടക്കുന്നത് ഒരു വർക്ക് ഏരിയയിലേക്കാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 180x330 ആണ് കേട്ടോ. ലെങ്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ചിമ്മിണി വരുന്നുണ്ട്. കൂടാതെ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വാഷ് മെഷീനും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോർ റൂമും വരുന്നുണ്ട് കേട്ടോ. അത് കൂടുതൽ സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു സ്റ്റോർ റൂമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. ഇവിടെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് GIയിലും മഹാഗണി വുഡിലുമാണ്. ആൻഡ്രോയിൽ വന്നിട്ടുള്ളതും ഈ ഒരു GI വർക്ക് തന്നെയാണ്. ഈ ഒരു ലാൻഡിങ്ങിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രണ്ട് സൈഡിലും ഹാൻഡ് റെയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എത്തുന്നത് ഒരു ഹാളിലേക്കാണ്. ഇവിടെ മുകളിലായിട്ട് ഒരു ബെഡ്റൂമാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഒരു ബാൽക്കണി, ഓപ്പൺ ടെറസ് എന്നിവ വന്നിട്ടുണ്ട്. ഇത് ഡൈനിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റ് വരുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു ഫിക്സഡ് വിൻഡോ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കയറി വരുന്ന ഭാഗം നോക്കാം. ഇവിടെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് വന്നിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി ഭാവിയിൽ ഒരു റൂം എടുക്കാനുള്ള സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോയർ വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ബെഡ്റൂമിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇതും. ഇവിടെ റൂഫ് ചെയ്തിട്ടുള്ളത് ഓടിലാണ്.
2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് GI വർക്ക് ഉണ്ട്. ഇതിൽ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് വിൻഡോ വന്നിട്ടുള്ളത്. റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിൽ 2x4 വിട്രിഫൈഡ് ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴെ മാറ്റ് ടൈപ്പ് ആണ്. ഇനി ഇവിടെ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് ബാൽക്കണി കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടും നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ബാൽക്കണി കാണാം. ഇവിടെ ഫ്ലോറിൽ മൊറോക്കൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 സൈഡിലും ചുമര് വന്നിട്ടുണ്ട്. എന്നാൽ മുകൾ ഭാഗം ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഫ്രണ്ട് പോർഷനിൽ ഒരു ജാളി വർക്ക് വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു പ്രൈവസിയും അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസും തരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബാൽക്കണി. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു നല്ല വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.